UDF മുന്നണിയായിട്ടാണ് ഇവിടെ മത്സരിക്കുന്നത്. പുറത്തുനിന്ന് ആര് പിന്തുണ പ്രഖ്യാപിച്ചാലും അത് അവരുടേതായ കാരണത്താലാണ്. അതിന് ഞങ്ങൾക്ക് മറുപടി പറയേണ്ട ബാധ്യതയില്ല. ശക്തികളുടെ വോട്ട് വേണ്ടെന്ന് വെക്കാൻ UDF തയ്യാറുണ്ടോ എന്നാണ് LDF ചോദിക്കുന്നത്. ഇടതുപക്ഷം തയ്യാറുണ്ടോ എന്നുള്ള തിരിച്ചു ചോദ്യമാണ്. കാരണം അങ്ങോട്ട് ഞാൻ പറയേണ്ടല്ലോ, ഓരോ പാർട്ടികളുടെ PDPന്റെ ചരിത്രം അതൊക്കെ പറയേണ്ട ഒരു സമയമല്ല. വെൽഫെയറിന്റെ ചരിത്രം ഒന്നും പറയേണ്ട ഒരു സമയം, അത് പറയേണ്ട അതിനുവേണ്ടി സമയം ചെലവാക്കേണ്ട കാര്യമില്ല. അപ്പൊ PDP അങ്ങോട്ട്, വെൽഫെയർ ഇങ്ങോട്ട്, അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ഏശാത്ത കാര്യങ്ങളാണ്. അതും പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. PDPയുടെ പരസ്യ പിന്തുണ ഇടതുപക്ഷത്തിന് തിരിച്ചടിയാവോ എന്ന് അവരോട് കൂടി ചോദിക്കുക. എന്നിട്ട് ഞങ്ങളൊക്കെ കൂടിയാലോചിക്കുക, എന്നിട്ട് പറയാം. നമ്മൾ ചർച്ച ചെയ്തിട്ടല്ല സ്ഥാനാർത്ഥി ആര്യാടൻ മുഹമ്മദ് ഒരിക്കലും ഇത്തരം ശക്തികളുടെ വോട്ട് തേടിയിട്ടില്ല എന്നാണ്. ഈ കാര്യങ്ങളിലൊക്കെ ആധികാരികമായി പറയേണ്ടത് UDFന്റെ നേതൃത്വം കുഞ്ഞാലിക്കുട്ടി സാഹിബ് വളരെ വ്യക്തവും സുവ്യക്തവുമായി കാര്യങ്ങൾ പറഞ്ഞു. വേറെ എന്തെങ്കിലും ചോദിക്കാണ്ട്? ഇവിടെ തെരഞ്ഞെടുപ്പ് നിലമ്പൂരിൽ ഏറ്റവും പ്രസക്തമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഞാനിവിടെ പ്രസംഗിച്ചതുപോലെ ആന ആടുപോലെ നടക്കുന്നു. ആന ആടുപോലെ അങ്ങാടിയിൽ നടക്കുന്നു. പുലി പൂച്ച എലിയെ പിടിച്ചു തിന്നുന്ന പോലെ മനുഷ്യരെ പിടിച്ചു തിന്നുന്നു. ഈ ജീവസുറ്റ പ്രശ്നങ്ങളുമായി പോകുമ്പോൾ അതും ഇതും പറഞ്ഞ് തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധ തിരിക്കാൻ ഇടതുപക്ഷം വിചാരിച്ചാൽ കഴിയാൻ പോകുന്നില്ല. UDF സെറ്റ് ചെയ്ത ട്രെൻഡ്, ആ ട്രെൻഡ് മാറ്റാൻ ഇത്തരം പ്രചരണം കൊണ്ടൊന്നും സാധിക്കൂല. വെൽഫെയറോ PDPയോ ഒക്കെ പറഞ്ഞിട്ട് അവർ സമയം കളയണ്ട. ഇവിടെ ഷോക്കേറ്റ് മനുഷ്യൻ മരിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, അങ്ങാടിയിൽ ഇറങ്ങി ആളെ ചവിട്ടിക്കൊല്ലുന്ന ആന. ഈ വക പ്രശ്നങ്ങളാണ് ഇവിടെ കാതലായ പ്രശ്നങ്ങളായി ഉള്ളത്. അതിന് മറുപടിയാണ് ഭരിക്കുന്ന ഗവൺമെന്റിൽ നിന്ന് ജനം പ്രതീക്ഷിക്കുന്നത്. അതിന് കഴിയില്ലെങ്കിൽ ഞങ്ങളെ കൊണ്ട് കഴിയില്ല, വേറെ വല്ലവരും നോക്കട്ടെ എന്ന് അവർ പറയാൻ സമയമായി. അത് ഈ തെരഞ്ഞെടുപ്പിൽ നിശ്ചയിക്കപ്പെടും, യാതൊരു സംശയവും. LDFനോടുള്ള വിരോധം കൊണ്ട് അവർ പിന്തുണയ്ക്കുന്നതാണോ അതല്ല നമ്മൾ ചർച്ച നടത്തി വരുന്നത്? അല്ല, ഇടതുപക്ഷം ശരിയാവൂല എന്ന് പ്രഖ്യാപനം നടത്തി സിറ്റിംഗ് MLA രാജിവെച്ച തെരഞ്ഞെടുപ്പാണ്, അത് മറക്കണ്ട. അപ്പൊ അതുകൊണ്ട് പിന്നെ ജനങ്ങളുടെ മുമ്പിലുള്ള ഏക ഓപ്ഷൻ UDF ആണ്, അതും മറക്കണ്ട. കൂടുതലായി ഒന്നും പറയാനില്ല. ഇല്ല.